കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. ഇപ്പൊ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. എന്താ അത്? അത് പിന്നെ 2 കുപ്പി പാൽപ്പായസം വാറ്റായിരിക്കും. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായ, നല്ല തെങ്ങുകളിൽ വാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആരും അതെല്ലാം അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, ആരും അറിയില്ല മല്ലയ്യ. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രസ്റ്റീജ് വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്. പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ശ്രീ സെവനാസ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടില്ല, അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. ഒരെണ്ണം കത്തിച്ചു വിട്ടാൽ പിന്നെ അമ്മച്ചേരി ജംബോ ചർച്ച. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട്. സ്പിരിറ്റാ സാർ, ഇതിലെ സ്പിരിറ്റാ സാർ, ഇതിലെ സ്പിരിറ്റാ. എന്തുകൊണ്ട് ഞാൻ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. റിയൽ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்றது என்னன்னு വെച്ചാ ഞാൻ ഇപ്പോ വരാം. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് പോയപ്പോ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് അതിന്റെ അവിടുത്തെ മേശ പറഞ്ഞു. അമ്മന്ന് അറിയില്ല, അതൊക്കെ ഞാൻ എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റ് തങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു. താൻ 2 ഗ്ലാസ് വിളിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അതിനകത്ത് പോയി ഇടികൊണ്ട് കലങ്ങി എന്റെ നെഞ്ചോട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്, സദ്ദാം ശിവൻ. നീ വെറും ബുഷ്. അപ്പോ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ പുനയും പിള്ളരാജോടും. അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. കള്ളൻ, വഞ്ചകൻ.